ഹലോ! അപ്പം നിങ്ങൾ ജ്വല്ലറി ഐറ്റം മേക്ക് ചെയ്യുകയും അത് സെയിൽ ചെയ്യുന്നവരും എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമ്മളൊരു ഐറ്റം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മേക്ക് ചെയ്താലും അത് പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് കസ്റ്റമേഴ്സിന് ഒരു അട്രാക്ഷൻ തോന്നുന്നത്. അത് മാത്രമല്ല പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു നിലവാരം ഉയർത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ കുറേ ഡിസ്പ്ലേ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് വന്നിട്ട് സെൻട്രൽ ക്ലിപ്പിൻ്റെ സിംഗിൾ ഡിസ്പ്ലേ കാർഡാണ്. ഇതാ ഇതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് സെൻട്രൽ ക്ലിപ്പെല്ലാം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെൻട്രൽ ക്ലിപ്പിൻ്റെ സിംഗിളിൻ്റെ ഡിസ്പ്ലേ കാർഡാണ്. ഇതാണ് നമ്മുടെ പേജിൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഉള്ളത്, സിംഗിൾ പീസ് വാങ്ങുന്നത്. അതുകൂടാതെ നമുക്ക് ഷീറ്റായിട്ടും അവൈലബിൾ ആണ്. ഈ ഒരു ഷീറ്റിൽ 6 സെൻട്രൽ ക്ലിപ്പ് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ടൈമിൽ ഇപ്പോൾ ഷോപ്പിലൊക്കെ കൊടുക്കുന്നവർക്കാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു 6 സെൻട്രൽ ക്ലിപ്പായിട്ട് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ചെറിയ ടൈപ്പും ഉണ്ട്. ചെറിയ ടൈപ്പിൽ 3 എണ്ണമാണ് വരുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. എല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ. ചെറിയ ഡിസ്പ്ലേ കാർഡിൽ ദാ ഈ ഒരു രീതിയിൽ നമുക്ക് 3 സെൻട്രൽ ക്ലിപ്പാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റണത്. ഇനി വന്നിട്ട് ഇയറിങ്ങിൻ്റെ ഡിസ്പ്ലേ കാർഡാണ്. ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ സിംഗിളിൻ്റെതാണ്. ഗോൾഡ് കളർ, ബ്ലൂ കളർ, അത് വെൽവെറ്റ് ആണ്. സിംഗിളിൻ്റെതും അതുപോലെ തന്നെ ഇത് അധികം എവിടെയും കാണാത്തതാണ്. ഒരു ഓഷ്യൻ ബ്ലൂ കളർ വരുന്നിട്ട് അതിനകത്ത് ഒരു ടൈമിൽ നമുക്ക് 3 ഇയറിങ് വരെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റണ രീതിയിലാണ്. ഇത് അതേ കളർ തന്നെ ഒരുപാട് ഇയറിങ്ങിൻ്റെതാണ്. ഇതൊക്കെ വെറൈറ്റിയാണ്, അധികം എവിടെയും കാണാത്തതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ഇയറിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു ഓഫ് വൈറ്റ് കളറാണ്. ഇനി പ്യുവർ വൈറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റോസ് ഷെയ്ഡ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇയറിങ്ങിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അടുത്തത് വന്നിട്ട് മാലയുടെ ഡിസ്പ്ലേ കാർഡാണ്. ഇത് മാല മാത്രമല്ല, നമുക്ക് ബുഷും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന കാർഡാണ്. ഷോപ്പിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ കൊടുത്താൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതുപോലെ തന്നെ അടുത്തത് വന്നിട്ട് ലോങ് ചെയിൻ്റെതാണ്. നമുക്ക് ചെറിയൊരു ചെയിനും അതിൻ്റെ ലോക്കറ്റും ഒക്കെ ആയിട്ട് വരുന്ന മാലയൊക്കെ അതാ ഇതുപോലത്തെ കാർഡിൽ ഡിസ്പ്ലേ ചെയ്ത് കവറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചേ മാറും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഓൾറെഡി ഒരു ഫാൻസി ഷോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ മിക്ക ടേസ്റ്റുകളും നമുക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരും ഈ ഒരു ഡിസ്പ്ലേ കാർഡ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിലോടായിരിക്കും അവർക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്. ഒരു ലോക്കൽ രീതിയിൽ നമ്മൾ എല്ലാം ജസ്റ്റ് മേക്ക് ചെയ്ത് ചുമ്മാ കാണിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് എപ്പോഴും സേഫ് ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമറുടെ ഓരോ ടേസ്റ്റുകളും മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമ്മളെല്ലാ ഐറ്റംസും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. വന്നിട്ട് അലിഗേറ്ററിൻ്റെ ലോങ് ഡിസ്പ്ലേ കാർഡാണ്. ഒരു ടൈമിൽ നമുക്ക് 12 അലിഗേറ്റർ വരെ നമുക്ക് അതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഷോപ്പിലൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലത് ഈ ഒരു രീതിയിലാണ്. അതിൻ്റെ കവറും വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ബ്രേസ്ലെറ്റിൻ്റെ കവറാണ്. നമ്മൾ ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്തിട്ട് ഈ ഒരു കവറിനകത്തിട്ട് സിപ്പ് കവറാണ്, ഗം ഉള്ളതാണ്. അതുപോലെ തന്നെ പേപ്പർ കവേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ. അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പ് എങ്ങനെയുണ്ടെന്ന് പറയണം. മേക്കിംഗ് വീഡിയോ വേണ്ടവർ മേക്കിംഗ് വീഡിയോ നിന്ന് കമൻറ്റ് ഇട്ടേക്കേ. പെറ്റൽസിൻ്റെ തന്നെ പല ടൈപ്പ് കണ്ടിട്ടുണ്ട്. ഈ ഒരു രീതിയിലുണ്ട്. ഇതിൻ്റെ ഒരു 6 കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ താങ്ക്